അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പുഴ മത്സ്യമാണ്. അപ്പം ഇത് മുറിക്കാൻ കുറച്ച് വിഷമാണ് ഇതിൻ്റെ ചെതുമ്പിൽ പോക്കാൻ. അപ്പം ഞാനിതാ ഇതെല്ലാം എടുത്തിട്ട് നല്ലോണം മുറിച്ച് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനിതാ അങ്ങനെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും മീനുണ്ട്. ഇനി നമുക്കിതൊന്ന് മുളകിട്ടാലോ. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം തണുപ്പായത് കാരണം വെളിച്ചെണ്ണയെല്ലാം കട്ടയായിട്ടുണ്ട്. അപ്പം ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഇടുക. അപ്പം ഇനി ഇതിലേക്ക് ബാക്കി വേണ്ട സാധനങ്ങൾ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി, പച്ചമുളക്. അപ്പം അങ്ങനെ എൻ്റെ കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർക്കാം. അപ്പം അങ്ങനെ ഉലുവയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഇത് നല്ലോണം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം തക്കാളി നല്ലോണം വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അങ്ങനെ ഇതാ ഞാനിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അങ്ങനെ ഇതാ ഞാനിതാ വെള്ളം എല്ലാം ഒഴിച്ച് ഇതിനി അടച്ചിട്ട് വെച്ച് കുറച്ച് സമയം ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഉപ്പെല്ലാം നോക്കി ഉപ്പെല്ലാം കൃത്യമായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പം അങ്ങനെ ഇതാ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഇതിങ്ങനെ വേവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി എന്താ പറയുക നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ചൂടാക്കിയെടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ഈ കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം. അപ്പം എൻ്റെ കറിയെല്ലാം നല്ലോണം കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വറുത്തിട്ട് കുറച്ച് മുളക് പൊടി വറുത്തിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല കളറുണ്ടാകും കറിക്ക്. പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ച കടുകും ജീരകവും പിന്നെ കറിവേപ്പിലയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം അങ്ങനെ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചോറും കുറച്ച് മീൻ മുളകിട്ടതും ഒരു കഷ്ണം മീൻ വറുത്തതും എല്ലാം കൂട്ടി ഉച്ചക്കലത്തെ ഊണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.